സിനഡിന്റെ തീരുമാനത്തെ അപ്പീൽ കോടതി ശരിവച്ചു. ജൂലൈ 1 സമവായം പ്രകാരം ബോസ്കോ പുത്തൂർ ഫയൽ ചെയ്ത റിവ്യൂ പെറ്റീഷൻ സഹിതം അപ്പീൽ തള്ളി സിനഡിന്റെ തീരുമാനത്തെ ശരിവച്ചിരിക്കുന്നു. സീറോ മലബാർ സഭയിലെ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് നെടുമ്പ്രക്കാട്ട് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികൾ MTNS നേതാക്കളായ അഡ്വക്കേറ്റ് ജെറ്റിൻ കൈമാപ്പറമ്പിൽ, ജോയി എബ്രഹാം എന്നിവർക്ക് അനുകൂലമായി വന്ന വിധിക്കെതിരെ നെടുമ്പ്രക്കാട് പള്ളിയും വികാരിയും ഫയൽ ചെയ്ത അപ്പീൽ, വാദികളായ വിമതർക്ക് അനുകൂലമായി ബോസ്കോ പുത്തൂർ ഫയൽ ചെയ്ത റിവ്യൂ പെറ്റീഷൻ സഹിതം തള്ളിക്കൊണ്ട് ചേർത്തല സബ് കോടതി ജഡ്ജ് ലക്ഷ്മി S ആണ് വിധി പ്രസ്താവിച്ചത്. ഈ കേസിൽ 1ഉം 2ഉം അപ്പീൽ പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് തോമസ് താളനാനിയും മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി അഡ്വക്കേറ്റ് മാത്യു അലക്സാണ്ടറുമാണ് കോടതിയിൽ ഹാജരായത്. വിമതർ ബോധിപ്പിച്ച അപ്പീൽ ചേർത്തല സബ് കോടതി തള്ളി. സഭയിൽ ഒരു വിശ്വാസിയും ആരുടെ അടിമയല്ല. കാലാകാലങ്ങളായി വിശ്വാസികൾ അനുഭവിച്ചു പോരുന്ന വൈദിക മേലാളന്മാരുടെ, അരപ്പട്ടക്കാരുടെയും ഫ്യൂഡലിസ്റ്റ് സാഡിസ്റ്റ് ചിന്താഗതികളുടെ അടിമത്തത്തിന്റെ നുഖത്തിൽ വരും തലമുറയെ കെട്ടിയിട്ട് വലിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്കുള്ള അറുതിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ആഫ്രിക്കയിലെ പട്ടിണിയോ അല്ലെങ്കിൽ ഗോളാന്തര കാര്യങ്ങളോ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ചർച്ച ചെയ്യാനായി ഇവിടെ സിനഡ് കൂടണ്ട. പുട്ടും കടലയും ബിരിയാണിയും കഴിക്കാനായിട്ട് ഇവിടെ വട്ടമേശ സമ്മേളനം വേണ്ട. ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പരിശുദ്ധ കുർബാന സഭയുടെ സിനഡിന്റെ മാർപ്പാപ്പ നിർദ്ദേശിച്ച കുർബാന അർപ്പിക്കുന്നതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. കൂടിയിട്ട് അതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇവിടെ ഒരു സമവായവും വേണ്ട. 49 മെത്രാന്മാർ ഒപ്പിട്ടതുമായ സിനഡ് കുർബാന ഇവിടെ അർപ്പിച്ചില്ലെങ്കിൽ സമവായമുണ്ടാക്കിയ വൈദികർ ഉടുപ്പൂരി പോകണം. ഇവിടെ ഇല്ലിസിറ്റ് കുർബാന ഉടൻ നിർത്തലാക്കണം. സഭ തീരുമാനിച്ച കുർബാന ഇനി ഒരു നിമിഷം പോലും വൈകിച്ചുകൂടാ. ഇവിടെ വൈകുമെന്നും അത് താമസമുണ്ടെന്നും പറയാനായി ആരും വാ തുറക്കേണ്ടതിൻ്റെ ആവശ്യവുമില്ല. ഇവിടെ വിശ്വാസികൾ അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക അളന്നു കഴിഞ്ഞു. ഇനിയും താമസിച്ചാൽ ഇവിടെയുള്ള വിശ്വാസികളുടെ പ്രതിഷേധം ഈ ലോഹയിട്ടവരും അരപ്പട്ടക്കാരും നേരിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. സീറോ മലബാർ സഭ അതിൻ്റെ വിശുദ്ധ കുർബാന സമ്പൂർണ്ണമായി നടപ്പിലാക്കാതെ ഇനി വിശ്വാസികൾ ഒരിഞ്ച് പിന്നോട്ടേക്കില്ല.